നീ അന്ന് ഒരു കത്തിയും കൊണ്ട് എൻ്റെ നേരെ വന്നില്ലേ ആ ഉത്സവ സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ? നീ ഒരു ചാറ്റമഴയിലല്ലേ എന്നെ കാണാൻ വന്നത്? അന്ന് നീ ഉടുത്തിരിക്കുന്ന ഡ്രസ്സിനെ കുറിച്ച് ഞാൻ പറയട്ടെ. നിൻ്റെ കയ്യിലെ ആ കത്തിയുടെ നിറം എനിക്ക് അറിയാമായിരുന്നു. ചുവന്ന ഒരു പിടിയുള്ള ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ സ്ഥാപിക്കുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യുമ്പോൾ കേൾക്കുന്നവരെല്ലാം ശരി വിശ്വസിക്കും. മനസ്സിൽ ചുണ്ടുപോലും ചലിക്കാതെ ഉറക്ക ജപിക്കുന്നത് വൈഖരി, പല പല വശങ്ങളുണ്ട് ഇതിന്. ഇത്തരം ജപങ്ങൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഈ ശത്രുഭാവത്തിലുള്ളതിൽ നിന്ന് ഒരു മാറ്റം വരുത്താനിടയാക്കും. സർ, ഈ ശത്രുദോഷം, ഇവിടെ ഞാൻ തന്നെ ശത്രുദോഷത്തെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ പുറത്ത് ഒരുപാട് വീഡിയോസ് കാണുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ശത്രുദോഷം ഉണ്ടോ? നമുക്ക് പല ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ഇപ്പോൾ പല ദൈവജ്ഞന്മാരെ സമീപിക്കുന്ന സമയത്താണെങ്കിലും ശത്രുദോഷം കൊണ്ടാണെന്ന് പറയും. ചിലർ അടയാളം വരെ പറഞ്ഞേക്കാം. പക്ഷേ ഇതിൽ നമുക്ക് അത്രയും അധികം വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ ശരിക്കും? ശത്രുദോഷം എന്ന് പറയുമ്പോൾ ജ്യോതിഷത്തിൻ്റെ കണ്ണുകളോടുകൂടി നോക്കുമ്പോൾ നമുക്കെതിരെ ആളുകൾ ചിന്തിക്കുന്നതെല്ലാം നമ്മളുടെ മനോബലക്കുറവുള്ള ഒരു അവസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മനോബലക്കുറവുള്ളവരാണെങ്കിൽ അത് ബാധിക്കും. അപ്പോൾ അതിന് പല പല സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പ്രക്രിയകൾ. അപ്പോൾ അത്തരത്തിൽ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാൻ ഒരു പുരാതന മെൻ്റലിസം എന്നൊക്കെ പറയാം ഒരു പരിധി. അതുകൊണ്ടത് തീരുന്നില്ല, ആ വാക്കുകൾ കൊണ്ട് അതിൻ്റെ ഉത്തരം തീരുന്നില്ല. എങ്കിലും എളുപ്പം മനസ്സിലാകാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. മറ്റൊരു മനുഷ്യ മനസ്സിനെ പലതരത്തിൽ താഴേക്കും മുകളിലേക്കും സ്വാധീനിക്കാനൊക്കെ, അധസ്ഥിതമാക്കാം, മുകളിലേക്കും കൊണ്ടുവരാം. അപ്പോൾ അതിനുപയോഗിക്കുന്ന കുറേ സമ്പ്രദായങ്ങളും ശൈലികളും ഒക്കെ മാന്ത്രികത്തിലുമൊക്കെ ഉണ്ട്. അതിനെയാണ് അങ്ങനെ പറയുന്നത്. ജ്യോതിഷത്തിലൂടെ അതൊക്കെ ഏറെ അറിയാനും സാധിക്കും. പക്ഷേ എല്ലാം തന്നെ ശത്രുദോഷമാണോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെയല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതൊരു മനസ്സിൻ്റെ വിചാരത്തിലൂടെയും വരാം. ചില നക്ഷത്രക്കാർക്ക് ഒരു സൈക്കിക് ഭാവം കുറച്ച് കൂടുതൽ വരാൻ സാധ്യതയുള്ള നാളുകളുണ്ട്. അത് പിന്നെ ചില ഗ്രഹനിലക്കാർക്കും ഉണ്ട്. ഏതൊരു നാളിലെയും ചിലതരം ഗ്രഹനിലക്കാർക്ക് ഈ മനോവിഭ്രാന്തിയുടെ ഒരു സ്വഭാവം കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ചില നാളുകൾ പൊതുവേ ചില നക്ഷത്രങ്ങളിൽ ജനിച്ചവർ, അവർക്ക് പൊതുവേ ഒരു മാനസിക ഭ്രമമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇവരും ഭാവനയിൽ കാണാം. ഇപ്പോഴേ കാവ്യയോട് എനിക്ക് എതിർപ്പുണ്ടെങ്കിൽ ഞാൻ പറയുക, കാവ്യ എന്നോട് ശരിയായിട്ടല്ല പെരുമാറുന്നത് എന്നിങ്ങനെ പറഞ്ഞിരുന്നാൽ പിന്നെ അത് നമ്മുടെ സബ് കോൺഷ്യസിലേക്ക്, ഉപബോധ മനസ്സിലേക്ക് കയറിയിട്ട് പിന്നെ പറയുകയാണ്. അത് പിന്നെ മറ്റു പലരോടും കാവ്യയെക്കുറിച്ച് മോശമായി ആവിഷ്കരിക്കാൻ വേണ്ടി പല കഥകളും മെനഞ്ഞ് പറയാൻ തുടങ്ങും. ഈ പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവരോട് കാവ്യ എന്നോട് അത് പറഞ്ഞു. അപ്പോൾ അവർ വിശ്വസിക്കണമല്ലോ. അവർ വിശ്വസിക്കണമെങ്കിൽ ഞാൻ പിടിപ്പും തൊങ്ങലും വെച്ച് കഥകൾ പറഞ്ഞു നിരിക്കാം. ഇതങ്ങ് ആഴം കൂടും. കൂടി ഈ കഥ ശരിയാണെന്ന് എൻ്റെ ഉപബോധ മനസ്സ് പ്രഖ്യാപിക്കും. അല്ല, ഓട്ടോമാറ്റിക് മറ്റുള്ളവരും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് പിന്നീടുള്ള കാര്യമാണ്, മറ്റുള്ളവർ വിശ്വസിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ കാവ്യയെ മോശക്കാരിയാക്കുക എന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യമാണെങ്കിൽ ഞാനത് പറയുമ്പം അവർ ഓ അതെയോ, അത് ശരിയടി, അമ്പടി ഭയങ്കരി എന്ന് പറയിപ്പിക്കുന്നത് വരെ ഞാൻ ഊർജം കൂട്ടി ഭാവനയിൽ പല കഥയും പറഞ്ഞെന്നിരിക്കാം. പിന്നെ യഥാർത്ഥത്തിൽ അവിടെ കുടുങ്ങുന്നത് ഞാൻ തന്നെ ആയിരിക്കും. എൻ്റെ ഉപബോധ മനസ്സ് അതിനെ ഒരു സത്യമായി ചിത്രീകരിക്കാൻ തുടങ്ങും. അപ്പോൾ പറയും ശരിയാണ്. പിന്നെ അവസാനം ഇതൊരു വിഷയമായി ഞാൻ ഈ കള്ളം പറഞ്ഞ് അതൊരു സത്യമായി എൻ്റെ ഉപബോധ മനസ്സ് വിശ്വസിച്ചു. ഞാൻ തന്നെ എനിക്കൊരു പ്രേരിത നിദ്ര, ഒരു ഹിപ്നോട്ടിക് മൂഡ് ഉണ്ടാക്കി. ഒരു സ്വയം പ്രേരിത നിദ്രയാണ്, പരപ്രേരിത നിദ്രയുണ്ട്. അപ്പോൾ സ്വയം പ്രേരിത നിദ്രയിൽ ഞാൻ തന്നെ വീണു. അവൾ ആരാ ഭയങ്കരിയായിരുന്നു. അവസാനം ഒരു പൊതുവേദിയിൽ വെച്ച് ഞാൻ കാവ്യയെ കാണുന്നു. അപ്പോൾ പറയാ, നീ എന്നെ അന്ന് കൊല്ലാൻ വന്നില്ലേ, നീ അന്ന് ഒരു കത്തിയും കൊണ്ട് എൻ്റെ നേരെ വന്നില്ലേ ആ ഉത്സവ സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ? നീ ഒരു ചാറ്റമഴയിലല്ലേ എന്നെ കാണാൻ വന്നത്? അന്ന് നീ ഉടുത്തിരിക്കുന്ന ഡ്രസ്സിനെ കുറിച്ച് ഞാൻ പറയട്ടെ. നിൻ്റെ കയ്യിലെ ആ കത്തിയുടെ നിറം എനിക്ക് അറിയാമായിരുന്നു. ചുവന്ന ഒരു പിടിയുള്ള ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ സ്ഥാപിക്കുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യുമ്പോൾ കേൾക്കുന്നവരെല്ലാം ശരി വിശ്വസിക്കും. ഇത് ശരിയല്ല എന്നറിയുന്നത് കാവ്യ മാത്രമായിരിക്കും. ലോകത്തൊരിക്കലും ആരോടും പറഞ്ഞാൽ വേറെ ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ സത്യവും കൊണ്ട് കാവ്യ സ്വയം മരിക്കുകയേ ഉള്ളൂ. അതും കൊണ്ട് അവിടെ പോകേണ്ടി വരും. ഇത് തന്നെ ഒത്തിരി സംഭവിക്കുന്നുണ്ട്. ഇത് ആയില്യം തൃക്കേട്ട രേവതിയിൽ നക്ഷത്രങ്ങളിൽ ജനിക്കുന്ന ഒത്തിരി പേര് ഇതേ ഭാവത്തിൽ വരാറുണ്ട്. ഒരുപാട് പേർക്ക് ഇത് വരാം. അതുപോലെ ശനിയുടെ നക്ഷത്രങ്ങളിലും ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ആയില്യം തൃക്കേട്ട രേവതിയിലുള്ള ആളുകളാണ്. അത് ഒരുപാട് ഭാവനയിൽ പറയും. ഭാവന ഗ്രഹനിലയും കൂടെ മോശമാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവരെ ബാധിക്കും. ആസുരിക നക്ഷത്രക്കാർക്ക് ഇത് കൂടുതലുണ്ട്, അസുര നക്ഷത്രക്കാർക്ക്. അല്ലാത്തവർക്കും വരാം.
എന്നാൽ കൂടുതലാണ് എന്ന് മാത്രമല്ല ഒരു മരണത്തിലേക്ക്, മറ്റുള്ളവരെ കൊല്ലാനുള്ള തരത്തിലേക്ക് ദേഷ്യവും വർദ്ധിപ്പിച്ചു കൊണ്ടുവരും. എൻ്റെ എല്ലാ ഭാഗ്യങ്ങളും തകർക്കുന്ന ഇവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുവരും. അപ്പോഴത് ആ വരവ് കാണുമ്പോഴേ നമുക്ക് സാമുദ്രിക ശാസ്ത്രമൊക്കെ ഒത്തിരി അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ ഇവരുടെ ഭാവനയിലുള്ള വൈരാഗ്യമാണെന്നൊക്കെ ഉള്ളത് പറയും. ചിലർ പറയും എനിക്ക് ശത്രുദോഷമില്ലേ, സൂക്ഷിച്ച് നോക്കുക. ആ എക്സ്പ്രഷൻ കാണുമ്പോഴും ശബ്ദത്തിൻ്റെ മാറ്റം കൊണ്ടും ഇവരുടെ മനോവ്യാധിയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മീൻസ് ഈ ഉള്ളിൽ കിടക്കുന്ന ശത്രുതയാണ് കൂടുതൽ പറയുന്നത്. അല്ല, അല്ലാത്തത് ഞാൻ പറഞ്ഞല്ലോ, ഒരു വിഭാഗത്തിൽ മറ്റൊരു തരത്തിലുണ്ടെങ്കിൽ പോലും ഭൂരിപക്ഷം ശത്രുദോഷവും ഇങ്ങനെ പറഞ്ഞ് സ്വയം വ്യാഖ്യാനിച്ചുണ്ടാക്കി കൊണ്ടുവരുന്നത്. മനസ്സിലായില്ലേ? എൻ്റെ ഭാഗ്യത്തിൻ്റെ ഇല്ലായ്മയ്ക്ക് കാരണം മറ്റുള്ളവരാണെന്ന് ആരോപിച്ച് സ്വയം സമാധാനിക്കുന്ന മനസ്സുള്ളവരും ഉണ്ട്. അതുകൊണ്ട് ഇത് ഒരുപാട് തലങ്ങളായി, ഇപ്പോഴെങ്കിലും പറഞ്ഞാൽ തീരുന്നില്ല. ഞാനിത് ഒരുപാട് റിസർച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എൻ്റെ ഭാഗ്യത്തിൻ്റെ കുറവിന് കാരണം മറ്റുള്ളവരാണ്. അവൾ അങ്ങനെ നോക്കിയില്ലേ? പലപ്പോഴും അതുവഴി പോകുമ്പോൾ എന്നെ ഏറുകണ്ണിട്ട് നോക്കിയില്ലേ? ഒരു ചെറിയ പുച്ഛച്ചിരിയും വന്നില്ലേ? ഇങ്ങനെയൊക്കെയുള്ള പോയിൻറ്റ്സിൽ അതുകൊണ്ടാണ് നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം മറ്റുള്ളവരോട് പെരുമാറാനെന്ന് പറയുന്നത്. ബോധവികാസം കുറഞ്ഞവരോട് പെരുമാറുന്നതും അടുത്തറിയുന്നതും അടുത്ത് സഹകരിപ്പിക്കുന്നതും വളരെ അപകടമാണ്. അത് ബുദ്ധിമാനോ ബുദ്ധിമതിയോ എന്നില്ല. ബുദ്ധിമതി, ഞാൻ മുമ്പൊരു വീഡിയോയിലും പറഞ്ഞു, ബുദ്ധിമാൻ ബോധവാനാവണമെന്നില്ല, ബുദ്ധിമതി ബോധവതി ആവണമെന്നില്ല. ഒരു സാധാരണ വീട്ടമ്മയുടെ അത്രയും പോലും ബോധവികാസം ഒരു ഉന്നത നിലയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോ കാണണമെന്നില്ല. മനസ്സിലായി? അപ്പം ബോധവാനാണെങ്കിൽ അനാവശ്യമായ ഇതുപോലെയുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തി മറ്റുള്ളവരിൽ ദുരാരോപണങ്ങൾ നടത്തുകയില്ല. ഇത് ചെറിയ കാര്യത്തിൽ പോലും ദുരാരോപണങ്ങൾ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അവർ കുഴപ്പക്കാരാണ്, അവർ ചിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ റോഡിൽ വെച്ച് ഒരാൾ നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ട്, നമ്മൾ ഒരു സ്ത്രീയെ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ അവരും ചിരിക്കും, പക്ഷേ അവർ നടന്നു പറയുന്നത് വേറെ ആയിരിക്കാം. മനസ്സിലായില്ലേ? അവരിൽ അടക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട രീതി ഉണ്ടെങ്കിൽ അതിന് വ്യാഖ്യാനം കൊടുക്കും, അതിൽ പറഞ്ഞവർ സൂഹിക്കും. അവനെന്നെ കണ്ടിട്ട് അങ്ങനെ നോക്കി ചിരിച്ചു. അപ്പോൾ നമ്മൾ പരമാവധി ഇങ്ങനെയുള്ളവരെ കണ്ടില്ല എന്ന് അടിച്ചു പോകുക എന്നുള്ളതാണ് വേണ്ടത്, അവിടുത്തെ ബുദ്ധിയത. അതല്ലാതെ ജ്യോതിഷവശാൽ ഇതിനെന്താ പരിഹാരം? ജ്യോതിഷവശാൽ ഇവരുടെ മനസ്സിനെ തിരുത്താൻ ഒരുപാട് പദ്ധതികളുണ്ടാകും. ഒന്ന്, ശത്രുദോഷം എന്ന് കണ്ടാൽ അതിനെക്കുറിച്ചുള്ള പരിഹാരം നമ്മൾ ചെയ്യിക്കുക. അതിനൊരുപാട് മാർഗങ്ങളുണ്ട്. അതല്ല, ഇവരുടെ ഭാവനയിലുള്ള ശത്രുദോഷമാണ് എങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാരങ്ങളുമുണ്ട്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.